ബാക്ക് ടു AR ട്രാവലർ. നമ്മളിപ്പോൾ ഉള്ളത് പാലോളി പാലാണ്. പാലോളി പാലം കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം സംഭവിച്ചു. ആ അപകടം സംഭവിച്ചതിൻ്റെ ബേക്കിലാണ് ബേക്കിലുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഒരു ടോറസ് വാഹനം. ആ ടോറസ് വാഹനം എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ള ഗുരുതരമായ ചില ദേശീയപാത നിർമ്മാണത്തിൽ ഗുരുതരമായ സേഫ്റ്റി പ്രശ്നം അല്ലെങ്കിൽ ക്വാളിറ്റി പ്രശ്നം നമുക്കിവിടെ കാണാൻ സാധിക്കും. മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്നതിനപ്പുറത്ത് ഇത് ഗുരുതരമായ വിഷയം, അത് സമീപ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും ഒരു പഠനവും ഒരു അവലോകനവും നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ വലിയ എഞ്ചിനീയറോ ടെക്നീഷ്യനോ ഒന്നല്ല, എന്നാലും നമുക്ക് കണ്ടാൽ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചത്, എത്രത്തോളം സേഫ്റ്റി പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നത് കാഴ്ചകൾ നമുക്ക് കാണാം. ദേശീയപാതയിൽ നെയിം ബോർഡ് പൊട്ടി താഴെ വീണ ഒരു കാഴ്ചയാണ് ഇത്. എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ദേശീയപാത 6 വരിയും ക്രോസ് ചെയ്ത് പോകുന്ന വലിയ നെയിം ബോർഡാണ്. 30 മീറ്ററിലധികം വെയിറ്റുള്ള, ടൺ കണക്കിന് വെയിറ്റുള്ള ഈ ഒരു സാധനം വെച്ച ഫൗണ്ടേഷനാണ് നിങ്ങൾ കണ്ടത്. ഇതൊരു ടോറസ് വാഹനം ഇടിച്ചപ്പോൾ നേരെ താഴെ പോകുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ചുവട്ടിൽ ഏതെങ്കിലും കാൽനട യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരു ബൈക്കുകാരൻ സർവീസ് റോഡിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ പോകുന്ന വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വീണതെങ്കിൽ ഇത് എത്രമാത്രം വലിയ അപകടം ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ആൾ മരണപ്പെട്ടു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത്രയും വലിയ വെയിറ്റുള്ള ഒരു സാധനമാണ് ഒരു ചെറിയ ഒരു നൂലിൻ്റെ മോഡ് നിൽപ്പിച്ചതുപോലെ ഇതൊക്കെ. ദേശീയപാതയിലൊക്കെ വാഹനങ്ങളൊക്കെ നിയന്ത്രണം വിട്ടൊക്കെ ചില സമയത്തൊക്കെ വരും, അപകടമൊക്കെ വരും. ഇത്രയും വലിയൊരു സംവിധാനം വെക്കുമ്പോൾ അത് വാഹനങ്ങൾ ഇടിച്ചാൽ മറിഞ്ഞ് താഴെ വീഴാൻ പാടില്ല. അത്രയും സേഫ്റ്റിയോടുകൂടി അത്രയും ഉറപ്പുള്ള ഫൗണ്ടേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. പക്ഷേ ഫൗണ്ടേഷൻ വളരെ ദുർബലമായിട്ടുള്ള ഫൗണ്ടേഷനാണ് ഇത്രയും ടൺ കണക്കിന് വെയിറ്റുള്ള ഈ ഒരു നെയിം ബോർഡിന് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഫൗണ്ടേഷൻ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഈ ഫൗണ്ടേഷൻ, ഇതിനകത്തുള്ള കമ്പികൾ കണ്ടോ നിങ്ങൾ? ഇതാണ് ഫൗണ്ടേഷൻ. ഇതിനകത്തുള്ള കമ്പി കണ്ട, 10 mm ഒരു കമ്പി, പിന്നെ എത്രയാ 20 ഒരു കമ്പി. ഇതിൻ്റെ സൈഡിലുള്ള കമ്പിയൊക്കെ കണ്ടോ നിങ്ങൾ? ഇടിക്കുമ്പോൾ തന്നെ കമ്പി ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റൊക്കെ പൊട്ടി താഴോട്ട് വന്നു. അപ്പം വളരെ ദുർബലമായിട്ടില്ല, ഒരു ക്വാളിറ്റി ഇല്ലാതെയാണ് ഇത് നിർമ്മിച്ചത് എന്ന് നമ്മൾ ഒരു പക്ഷേ പറയേണ്ടി വരും. ഈ നമ്മളെ ഇക്കേക്കല്ല, E5 എന്ന് പറയുന്ന കമ്പനി തന്നെ പാലോളിപ്പാലം മുതൽ മൂരാട് വരെ ഉണ്ടാക്കിയ ഈ 6 വരിയും സർവീസ് റോഡും വളരെ അബദ്ധമാണ്. സർവീസ് റോഡൊക്കെ എങ്ങനെ പറയാം, തൊട്ടിൽ കയറിയതുപോലെയാണ്, കുലുങ്ങിയൊക്കെയാണ് പോകുന്നത്. വളരെ മോശപ്പെട്ട. പല ആളുകളും ധാരണ എന്താ അറിയോ, ഇതിൻ്റെ മുകളിൽ ഇനിയും ടാറിങ്ങൊക്കെ വരുമെന്നാണ് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്. ടാറിങ് കോപ്പും വരില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നെയിം ബോർഡില്ല, അത് പൊളിഞ്ഞു പോകാൻ കാരണമായത് ഈ ഒരു ടോറസ് വാഹനം കണ്ട, ഭാരത് ബെൻസ്. ഈ വാഹനം അതിൻ്റെ എന്താ പറയുക, ഓഫ് ലോഡ് ചെയ്തിട്ട് അത് താഴ്ത്താൻ വിട്ടുപോയതാണ്. അങ്ങനെ വാഹനം നേരെ പോയിട്ട് ഇതിൻ്റെ പിറകിലുള്ള ഈ ബോഡി ഉണ്ടല്ലോ, അത് ഉയർന്നിട്ടായിരുന്നുള്ളത്, ലിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് നേരെ പോയിട്ട് അതിൻ്റെ ഈ നമ്മൾ നേരത്തെ കണ്ട ആ നെയിം ബോർഡിൻ്റെ മുകളിൽ കൊളത്തിയതാണ്. അങ്ങനെയാണ് ഇത്രയും വലിയ അപകടം സംഭവിച്ചത്. ഇതേപോലുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് ദേശീയപാതയാണ്. ഇപ്പോൾ ചില വാഹനങ്ങളൊക്കെ നിയന്ത്രണം വിട്ട് വരും. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള നെയിം ബോർഡുകളൊക്കെ വെക്കുമ്പോൾ കേവലം ഒന്ന് തട്ടുമ്പോഴേക്കും അത് മറിഞ്ഞ് താഴെ പോവുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അപകടമാണ്. ഇതിനകത്തുള്ള ആൾക്ക് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ മരണപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു സേഫ്റ്റിയുള്ള വാഹനമായതുകൊണ്ട്, അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാര്യമായിട്ടുള്ള അപകടം സംഭവിക്കാത്തത്. ഇതിൻ്റെ ലീഫൊക്കെ എന്താക്കി, ഇതിൻ്റെ ഇതുണ്ടോ, ജാക്കിയുണ്ടോ, ഹൈഡ്രോളിക്, ഇതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ അടിച്ച് നിരന്ന് നാശമായി പോയിട്ടുണ്ട്. ക്വാളിറ്റിയുമില്ലാതെയാണ് സർവീസ് റോഡ് നിർമ്മിച്ചത് എന്നുള്ളത് മറ്റൊരു ഭാഗം വേറൊന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കേബിള് കാര്യങ്ങളൊക്കെ നമ്മളെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, അതും വലിയ ഒരു വൃത്തിയും വെടുപ്പില്ലാത്ത രീതിയിലാണ്. നിങ്ങൾ കണ്ട ഒരു കേബിൾ കണ്ടോ, ഇത് പുറത്തോട്ടൊക്കെ ചാടിയിട്ടാണ് കിടക്കുന്നത്. വാഹനങ്ങൾക്ക് പോകുമ്പോൾ, ബൈക്കൊക്കെ പോകുമ്പോൾ അതിനകത്ത് കുടുങ്ങാനും തട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഒരു സേഫ്റ്റിയും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഈ കോൺക്രീറ്റ് സ്ലാബുകളും അതേപോലെ തന്നെ കോൺക്രീറ്റ് സർവീസ് റോഡും, ഇത് ശരിക്കും ഇതിലെ നമ്മളൊരു ഓട്ടോറിക്ഷ ഒരു ബൈക്കൊക്കെ എടുത്ത് പോകുമ്പോൾ
ശരിക്കും എടുത്തിട്ട് കുലുക്കിയിട്ടാണ് പോവുക. കാരണം റോഡ് അങ്ങനെ താഴ്ന്നു പൊന്തിയിട്ടുള്ള രീതിയിലാണ്, ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല, ഒരു അലൈൻമെൻറ്റും ഇല്ലാത്ത രീതിയിൽ, ഒരു ഫിനിഷിങ്ങും ഇല്ലാത്ത രീതിയിലാണ് സർവീസ് റോഡ്. പല ആളുകൾ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അറിയാം, ഈ സർവീസ് റോഡിൻ്റെ മുകളിൽ ഈ കുണ്ടും കുഴിയും ഉയർച്ചയും താഴ്ചയൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഈ താറിങ് വരുമെന്നാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, ഇത് താറിയ, ഇതിൻ്റെ മുകളിൽ താറിയാൻ മുനിസിപ്പാലിറ്റി ആയിരിക്കും താറിയ അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ താറിങ് എന്നൊരു സംഭവം ഇതിനോടില്ല, ഇത് ഫൈനൽ വർക്കാണ്. ഇതിൻ്റെ മുകളിൽ താറിങ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റിൻ്റെ മുകളിൽ താറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കില്ല. അപ്പോൾ നമ്മുടെ മൂരാട് പാലം തന്നെ നമുക്ക് വലിയ തെളിവാണ്. അത്തരത്തിൽ സർവീസ് റോഡൊക്കെ വലിയ അബദ്ധം രീതിയിലാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താ പറയുക, സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുന്ന ടീമുകളെ കൊണ്ട് സർവീസ് റോഡ് ഉണ്ടാക്കിച്ചതുപോലെ. ഇവിടെ കണ്ട കോൺക്രീറ്റ് ഓൾറെഡി താഴ്ന്നു കഴിഞ്ഞു. ഈ പ്രദേശം കണ്ട ഇവിടെ നല്ല രീതിയിൽ കുണ്ടായി മാറിയിട്ടുണ്ട്, കോൺക്രീറ്റ് കംപ്ലീറ്റ് താഴ്ന്നു കഴിഞ്ഞു ഈ ഭാഗത്ത്. അപ്പോൾ അത്തരത്തിൽ പലയിടത്തും വലിയ ഉയർച്ച താഴ്ചകളൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ വാഹനങ്ങൾക്ക് വലിയ അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളിപ്പം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട്, പ്രത്യേകിച്ച് റോഡിൻ്റെ ക്വാളിറ്റി പ്രശ്നം, പിന്നെ അതേപോലെ തന്നെ നിർമ്മാണത്തിൽ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചത് വലിയ പ്രശ്നമുള്ള രീതി, സേഫ്റ്റി പ്രശ്നമുള്ള രീതിയിലാണ്. മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഇത് പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്ത് വൈറലാക്കി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, അധികാരികൾ, മറ്റുള്ള ആളുകളൊക്കെ കണ്ണ് തുറക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം.